ഹലോ, നമ്മുടെ സ്വന്തം ഇളയരാജ. കാരണം പുള്ളിക്കാരൻ പണ്ടേ വില പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്, ഒരു മജീഷ്യനാണെന്ന് നമുക്ക് പറയാം. കാരണം അത്ര മനോഹരമായിട്ടുള്ള വീണ്ടും 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 കേട്ടാലും മടുക്കാത്ത നല്ല വരികളും നല്ല മ്യൂസിക്കൊക്കെയാണ് പുള്ളിക്കാരൻ നമുക്ക് തരാറുള്ളത്. മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഇളയരാജയാണ് നമുക്ക് പറയാം. പക്ഷെ പുള്ളിക്കാരന്റെ സ്വഭാവം പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ്. കാരണം ഭയങ്കര അഹങ്കാരം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഒരു സ്റ്റേജിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പ്രധാന കാരണം അതല്ല, അതിലേക്ക് വരാൻ മുമ്പ് ഒരു തുടക്കം എന്ന രീതിയിൽ പറയണമെന്നുണ്ട്. കാരണം ഒരു സ്റ്റേജിൽ എനിക്കിപ്പോഴുണ്ട്, പുള്ളിക്കാരൻ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമല്ലോ, മറ്റേ ഈ പരിപാടി കണ്ടല്ലോ, ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ ഓക്കെയാണ്. ശരി. അപ്പോ അതിന്റെ ഇടയിൽ ഒരാള് കയറി വന്നിട്ട് ഇതിങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുക. അടുത്തൊരു സ്റ്റേജിൽ എന്തോ ചെറിയ ചായ എന്തോ ആളാണ്. ഇയാൾ വിളിച്ചിട്ട് ഭയങ്കര ചൂടാവില്ലേ, എന്തിനാ നോക്കിയിരിക്കുന്നത്, ഈ പ്രോഗ്രാമിന്റെ പുറത്താക്കിയടാ, ഭയങ്കര ചൂടായിട്ട് പുറത്താക്കി. ഇത് സാധാരണക്കാരനോട് ഇയാളെന്തോ വലിയ സംഭവമാണെന്നുള്ള. ശരിയാണ്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇത്ര അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. പേഴ്സണലി എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. പുള്ളിക്കാരൻ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടോ. അപ്പോ നമുക്ക് പറയാനുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ളൊരു കട്ട് ഇവിടെ വെക്കാം. ഇളയരാജ മഞ്ഞുമ്മൽ ബോയ്സ് തർക്കം തീർന്നു. 2 കോടി ചോദിച്ച ഇളയരാജക്ക് 60 ലക്ഷം നൽകി രമ്യമായ പരിഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 പൈസ കൊടുക്കാൻ പാടില്ല, അതാണ് ശരിയായിരിക്കും. പക്ഷെ 60 ലക്ഷം കൊടുത്തത് പോലും പുള്ളിക്കാരൻ ഇപ്പൊ 2 കോടി ചോദിച്ചു, 60 ലക്ഷം കൊടുത്തു. എനിക്ക് രമ്യമായ പരിഹാരം ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ എനിവേ 2 കോടി ചോദിച്ചു. 2 കോടിയാണ് ചോദിച്ചത്. 2 കോടി ചോദിച്ച ഇളയരാജക്ക് 60 ലക്ഷം കൊടുത്ത് രമ്യമായ പരിഹാരമാണ്. ഉളുപ്പില്ലായ്മ പറഞ്ഞാലേ പുള്ളിക്കാരന്റെ പ്രൊഡക്റ്റ് ആണ്. ശരി, അത് ഞാൻ അംഗീകരിക്കേണ്ട. പക്ഷെ ഇത് പുള്ളിക്കാരന്റെ പ്രൊഡക്റ്റ് ആവും. പുള്ളിക്കാരന്റെ മ്യൂസിക് ആണ്. മ്യൂസിക് സിനിമ കൊടുത്ത നിർമ്മാതാവിന്റെ പ്രൊഡക്റ്റ് അല്ലേ? അല്ല, മൂപ്പര് കോപ്പിറൈറ്റ് മൂലമായിട്ട് കൊടുത്തിട്ടില്ല, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് വേറെ ഒരു കമ്പനിക്ക് ഏൽപ്പിച്ച് ആ കമ്പനി വഴി ചോദിച്ചിട്ടാണ് ആര് മേടിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ സൗബിൻ അല്ല, എനിവേ ഇതിന്റെ നിർമ്മാതാവ് മേടിച്ചിട്ടുള്ളത്. സോ അതൊരു കേസാക്കാനൊന്നും ഇല്ല. പിന്നെ ഇത്രയും വലിയ ഒരു പാട്ട്, അന്ന് ഭയങ്കര ഹിറ്റായ പാട്ട്, പിന്നെ ഒന്നും അല്ലാതായി. മഞ്ഞുമൽ ബോയ്സ് വന്നതിന് ശേഷമാണ് ഇത് പിന്നെയും ഇത്രയും ബൂസ്റ്റ് ചെയ്ത് കിട്ടി. ഭയങ്കര സംഭവമായിരുന്നു. അതെ, അങ്ങനെ അയാൾ എടുക്കാൻ തയ്യാറാവണേ ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു അഴകിയ ലൈല, അത് പുള്ളിക്കാരനാണ് കേസായിരുന്നു. അല്ല, മഞ്ഞുമൽ ബോയ്സ് ലീഗലി ചെയ്തിട്ടില്ലേ? അല്ല, അവര് പറയണത് ഓൾറെഡി ഇതിന്റെ ഇയാൾ ഈ പാട്ട് കൊടുത്ത കമ്പനീന്റെ അടുത്ത് മേടിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. ശരിക്കും കോപ്പിറൈറ്റിന്റെ നിയമം വെച്ചിട്ട് ആരുടെ കയ്യിലാണോ ഒരാൾക്ക് അങ്ങനെ നോക്കുമ്പോ ഇയാൾ പറഞ്ഞാലും കാര്യം ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മൾ പറയണ സംഭവം ഇത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ ഒരു വീട് കയറ്റിയിട്ട് ഒരു കോൺട്രാക്ടറിന് അതിന്റെ പൈസ കൊടുത്ത് വീട് കയറ്റി, എന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് കോൺട്രാക്ടർ വന്നിട്ട് എന്റെ വീടാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ശരിയാണ്. പക്ഷെ അതെ, പുള്ളിക്കാരനത് എന്തെന്ന് അറിയോ, അയാൾക്ക് വേണമെങ്കിൽ ഇത് കണ്ണടച്ച് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഇത്രയും വലിയ വിഷയം 2 കോടി അതും ഇപ്പൊ കിട്ടും ചെയ്തു കേട്ടോ. 2 കോടി ചോദിച്ചാൽ 60 ലക്ഷം കുളിക്കുന്നില്ലല്ലോ, വെറുതെ കിട്ടണ 60 ലക്ഷേ. മനസ്സിലായി, ഒരു പാട്ടൊരു യൂസ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ മഞ്ഞുമൽ ബോയ്സിലെ മെയിൻ അട്രാക്ഷൻ തന്നെ അതാ. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇവിടെ ആ പാട്ടിന്റെ ഭയങ്കര ഇതുണ്ട്. കാരണം എന്താ പറയുക, ഏറ്റവും മെയിൻ ഞാനൊക്കെ സിനിമ കാണുമ്പോൾ അവസാനം സൗബിനെ വന്നിട്ട് മറ്റേ ബാസിന്റെ അമ്മ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന സാധനം ഉണ്ട്. ആ സമയത്തൊക്കെ ഉണ്ടാ എന്താണ് നൻപൻ. യെസ്. ഓ, എന്തൊരു ഫീൽ ചെയ്യുന്നു, ഗൂസ് ബംസ്, അമ്മാരി പരിപാടിയായിരുന്നു. സോ അത് മൈലേജ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അവർക്ക് ന്യായമായിട്ട് ഇളയരാജന്റെ വാക്ക് പറഞ്ഞാൽ തരുന്നു. അല്ല, പറഞ്ഞാൽ അയാൾ കൊടുക്കൂലെന്ന് ഉറപ്പോ, അതുകൊണ്ട് ആളുകളൊക്കെ അവസാനം 60 ലക്ഷം കിട്ടി എന്നുള്ളതാണ് പറയാനുള്ളത്. 60 ലക്ഷം കിട്ടി പോയിച്ചു. ഏത് ഇയാളിപ്പം ചെയ്യുന്നില്ലേ? ഇപ്പൊ ഒരുപാട് വർക്ക് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരുപാട് വലിയ സംഭവമായിട്ടൊന്നും വരുന്നില്ല എന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കും, എന്താണെന്നുള്ളത് അറിയാലോ. കാരണം ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, പിന്നെ പുള്ളിക്കാരൻ ചെയ്തല്ലോ പറയാനൊന്നും പറ്റില്ല. ചില ആൾക്കാർ പറയാൻ പറ്റില്ല, കാരണം പുള്ളിക്കാരന്റെ പ്രൊഡക്റ്റ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വരുമായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക.